നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ആറാം മണി മുതൽ 9 മണി വരെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 33 മുതൽ 37 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ട് ഉണ്ടായി. 9 മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള ഏലോഹീം ഏലോഹീം ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. അരികെ നിന്നവർ ചിലർ കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുവനോടി ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഒരോടത്തണ്ടിന്മേലാക്കി, നിൽപ്പീൻ, ഏലിയാവ് ഇവനെ ഇറക്കാൻ വരുമോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അവന് കുടിപ്പാൻ കൊടുത്തു. യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് അനിതര സാധാരണമായ ഒരു സംഭവം ഉണ്ടാവുകയാണ്. 3 മണിക്കൂർ ദേശത്ത് ഇരുട്ടുണ്ടാവുകയാണ്. ഇതിനു മുൻപ് 3 ദിവസത്തെ ഇരുട്ട് ഉണ്ടായ ഒരു സംഭവം ബൈബിളിലുണ്ട്. എന്ന് പറഞ്ഞാൽ സ്പർശിക്കത്തക്ക ഇരുട്ടെന്നാണ്. ആരെയും കണ്ടില്ല. അത് ദൈവത്തിൻ്റെ ന്യായവിധിയായിരുന്നു. ഈജിപ്തിൽ ഇസ്രായേൽ മക്കൾ ഈജിപ്തിലായിരുന്നു. അവരെ വിടുവിക്കുവാൻ മോശയെ ദൈവം അയച്ചു. പക്ഷേ ഫറവോൻ അവരെ അയക്കുന്നില്ല. കാരണം അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നവരാണ്. മിസ്രൈമ്യരുടെ ആടിനെ തീറ്റുന്നവരും മിസ്രൈമിലെ, അതായത് ഗോതമ്പും യവവും ഒക്കെ ചണവും ഒക്കെ കൃഷി ചെയ്യുന്നവരും, അവരുടെ ഒലിവ് തോട്ടങ്ങൾ അത് ഒലിവ് തള്ളി അത് എണ്ണയാക്കി കൊടുക്കുന്നവർ, അതുപോലെ അവരുടെ ഫലവൃക്ഷങ്ങൾ അത് കൃഷി ചെയ്യുന്നവർ, അതുപോലെ അവരുടെ ഈന്തപ്പഴം പറിച്ചു കൊടുക്കുന്നവർ, അതുപോലെ അവരുടെ ഈജിപ്ഷ്യൻ കോട്ടനൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ, തുണി ഉണ്ടാക്കി കൊടുക്കുന്നവർ, ഈജിപ്ഷ്യൻ പാത്രങ്ങൾ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ്റെ മാർബിൾ കല്ലുകൾ, ഇതെല്ലാം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന തൊഴിലാളികളാണ്, അടിമകളാണ് ഇസ്രായേൽ മക്കൾ. പുരുഷന്മാർ തന്നെ 6 ലക്ഷമുണ്ട്. അവരെ വിട്ടയച്ചാൽ ആരിവരുടെ ആടുകളെയും കന്നുകാലികളെയും വളർത്തും? ആരിവരുടെ ഈന്തപ്പനയിൽ കയറി ഈന്തപ്പഴം പറിക്കും? ആരത് പ്രോസസ്സ് ചെയ്യും? ആരിവർക്ക് വേണ്ടി തുണി നെയ്ത് കൊടുക്കും? ഇവരുടെ ആടുകളുടെ രോമം കൊണ്ട് ആര് കമ്പിളി ഉണ്ടാക്കി കൊടുക്കും? അവർക്ക് എങ്ങനെ കൃഷി ഇറക്കാൻ സാധിക്കും? ഒരു രാജ്യം പാപ്പരായി പോവുകയില്ലേ? അതുകൊണ്ടാണ് അവരെ വിട്ടയക്കാൻ ഫറവോൻ തയ്യാറാകാതിരുന്നത്. അപ്പോൾ ഒന്നൊന്നായിട്ട് ദൈവം ബാധകൾ അയച്ചു. 1-ാമത്തെ ബാധ നദിയെ രക്തമാക്കി. നദി അവരുടെ ദൈവമാണ്. നീലനദി ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ്, നൈൽ നദി. അത് മുഴുവൻ രക്തമായി മാറി അതിലെ ജീവികളൊക്കെ ചാകാനിടയായി, മത്സ്യങ്ങളെല്ലാം. പിന്നീട് തവള പെരുകി അത് ചാകാനും നാറാനും ഇടയായി. പിന്നീട് ദേശത്തെല്ലാം ചെള്ള് ഉണ്ടാകാനിടയായി. പിന്നീട് വെട്ടുക്കിളികൾ വരാനിടയായി. പിന്നീട് കൽമഴ പെയ്യാനിടയായി. പശുക്കൾക്കും മൃഗങ്ങൾക്കും ഒക്കെ രോഗം വരാനിടയായി. ഇതുകൊണ്ടൊന്നും ഫറവോൻ അനങ്ങിയില്ല. അപ്പോഴാണ് 3 ദിവസത്തെ കൂരിരുട്ട് ദൈവം വരുത്തിയത്. ആർക്കും കാണാൻ കഴിയുന്നില്ല, ഒന്നും എങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ഫറവോൻ്റെ മന്ത്രവാദികൾ പറഞ്ഞത്, ഇത് ദൈവത്തിൻ്റെ വിരലാണ്, അവർ വിട്ടയക്കാം. പക്ഷെ വിട്ടയച്ചില്ല. അപ്പോഴാണ് ഫറവോൻ വന്ന് പറഞ്ഞത്, അടുത്തത് ഇതിനേക്കാൾ കടുങ്കൈയാണ്. ഇസ്രായേലിനെ വിട്ടയച്ചില്ലെങ്കിൽ സകല വീട്ടിലും ആദ്യജാതന്മാർ കൊല്ലപ്പെടും, മൃഗത്തിൻ്റെയും മനുഷ്യൻ്റെയും കടിഞ്ഞൂൽ കൊല്ലപ്പെടും. ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് ഫറവോൻ മത്സരിച്ചു. അത് സംഭവിച്ചു. അന്ന് രാത്രിയാണ് അവർക്ക് വിടുതലുണ്ടായത്. അപ്പോൾ മിസ്രയീമിൽ 3 ദിവസത്തെ അന്ധതയുണ്ടായി, കൂരിരുട്ടുണ്ടായി. അപ്പോൾ നരകത്തിൽ ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്നാണ് നരകത്തെക്കുറിച്ച് പറയുന്നത്. ചില ആളുകൾ പറയുന്നത്, ഞങ്ങൾ നിരീശ്വരവാദികൾ, ഞങ്ങൾ അവിടെ തമാശയൊക്കെ പറഞ്ഞ് നരകത്തിൽ ഇരുന്നോളാം,
കള്ളുകുടിയന്മാർ, ഞങ്ങൾ ഒരുമിച്ച്, ചീട്ട് കളിക്കാർ ഞങ്ങൾ ഒരുമിച്ച്, കവർച്ചക്കാർ, കള്ളന്മാർ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നോളാം, വേശ്യകൾ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നോളാം. ഞങ്ങൾ കുറേ പേരുണ്ടല്ലോ. ശരിയാണ്, കുറേ പേരുണ്ട്. പക്ഷേ ആർക്കും തമ്മിൽ കാണാൻ സാധിക്കുകയില്ല. കുഞ്ഞിരുട്ടാണ്. കേൾക്കാൻ പറ്റും. കരച്ചിലും പല്ലുകടിയും നിലവിളിയും കേൾക്കാൻ സാധിക്കും, കാണാൻ സാധിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭീകരമാണ്. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നമുക്കായി പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച് ഭൂമിയിലയച്ച, നമ്മുടെ നരകം അനുഭവിച്ച ആ പുത്രൻ തമ്പുരാനെ രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറായാൽ, ദൈവമായി സ്വീകരിക്കാൻ തയ്യാറായാൽ, തീർച്ചയായിട്ടും അവർ ഒറ്റ നിമിഷം കൊണ്ട്, കുരിശിലെ കള്ളൻ ഒറ്റ നിമിഷം കൊണ്ട് സ്വർഗാവകാശി ആയതുപോലെ, വേശ്യാസ്ത്രീ ഒറ്റ നിമിഷം കൊണ്ടായതുപോലെ, സഖായി ഒറ്റ നിമിഷം കൊണ്ട് ആയതുപോലെ, ഒരൊറ്റ നിമിഷം കൊണ്ട്, അല്ലാതെ ഒരാഴ്ചത്തെ ധ്യാനമോ അല്ല ഒരു മാസത്തെ ഉപവാസമോ ഒന്നും വേണ്ട. ഇതിന് പണം മുടക്കില്ല. ഒറ്റ നിമിഷം കൊണ്ട് ലളിതമായ വിശ്വാസത്താൽ സത്യദൈവം യേശുവാണ് എൻ്റെ നരകമേറ്റു മരിച്ചത്, യേശുവാണ് ഉയർത്തി ജീവിക്കുന്നത്, ജീവനുള്ള ദൈവം യേശുവാണെന്ന് സമ്മതിച്ച് യേശുവിൻ്റെ ശിഷ്യയാകാൻ തയ്യാറായാൽ ഒറ്റ നിമിഷം കൊണ്ടാണ് ദൈവം രക്ഷ നൽകുന്നത്. ഇവിടെ യേശു മരിച്ചപ്പോൾ 3 മണിക്കൂർ ഇരുട്ടുണ്ടായി. യേശു നരകം അനുഭവിക്കുകയായിരുന്നു. അതാവനോട് ദൈവം പറഞ്ഞ്, ഈ പഴം തരുന്ന ആളിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ വേർപാടാണ്. 3 വേർപാട്. 1, ദൈവത്തിൽ നിന്ന് വേർപെടും, ദൈവമില്ലാത്തവനാകും. 2, ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടും. 3, സ്വർഗം വിട്ട് നരകത്തിൽ പോകാനിടയാകും. യേശു ഈ 3 വേർപാട് അനുഭവിച്ചാലേ നമുക്ക് വിടുതലുള്ളൂ. അനുഭവിച്ചു. യേശു ദൈവത്താൽ കൈവിടപ്പെട്ടു. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് നിലവിളിച്ചു. 2, യേശു കുരിശിൽ അനുഭവിച്ചതെല്ലാം നരകമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഇരുട്ടുണ്ടായത്, അതുകൊണ്ടാണ് ദാഹമുണ്ടായത്, അതുകൊണ്ടാണ് വേദനയുണ്ടായത്, അതുകൊണ്ടാണ് നിലവിളി ഉണ്ടായത്. യേശു നമുക്ക് വേണ്ടി നരകം അനുഭവിക്കുകയായിരുന്നു. 3ാമത് യേശു തൻ്റെ ജീവനെ പിതാവിനെ ഏൽപ്പിച്ചു. അപ്പോൾ 3 വേർപാട്, 3 മരണം യേശു അനുഭവിച്ചു. ഇതാണ് രക്ഷാമാർഗം. അപ്പോൾ നാം ഇവിടെ വായിച്ചത് 3-ാം മണി മുതൽ 9-ാം മണി വരെ ദേശത്ത് വലിയ ഇരുട്ടുണ്ടായി. യേശു ഏലി ഏലി ലമ്മാ ശബക്താനി, ഏലോഹി ഏലോഹി ലമ്മാ ശബക്താനി എന്നുറക്കെ വിളിച്ചു. ഇത് അരാമ്യ ഭാഷയിൽ അല്ലെങ്കിൽ സുറിയാനി ഭാഷയിൽ തർജ്ജമ ചെയ്യാതെ എഴുതിയിരിക്കുകയാണ്. പക്ഷേ ചില ആളുകൾ അപ്പോഴും പരിഹസിക്കുകയാണ്. അവൻ ഏലിയാവെ വിളിക്കുന്നു, ഏലിയാവ് വന്നവനെ രക്ഷിക്കട്ടെ. അപ്പോൾ ഒരാൾ ഒരു ഓടത്തണ്ടിന്മേൽ ഒരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിയിട്ട് യേശുവിനെ കാണിച്ചു. യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. നരകത്തിൽ ദാഹമാണ്, നരകത്തിൽ ഇരുട്ടാണ്, നരകത്തിൽ വേദനയാണ്, നരകത്തിൽ ഏകാന്തതയാണ്, നരകത്തിൽ നിലവിളിയാണ്. നമുക്ക് വേണ്ടി യേശു അതെല്ലാം, പാപമില്ലാത്ത യേശു, ദൈവമായ യേശു, മനുഷ്യനായി തീർന്ന യേശു നമുക്ക് വേണ്ടി ഇതെല്ലാം അനുഭവിക്കുകയായിരുന്നു. അതാണ് ദൈവസ്നേഹം, അതാണ് രക്ഷാമാർഗം. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ടാർക്കും ദൈവമക്കളായി തീരാനായിട്ട് സാധിക്കും. ദൈവം അതിന് എവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.